ക്രിസ്മസ് കേക്കുകൾ പല വിധത്തിലും വിവിധ നിറത്തിലും വിപണിയിൽ സുലഭമാണ് എങ്കിലും കൊച്ചു കടവന്ത്ര കണ്ണൂത്ത് ആറിഥ ബൈജുവിന്റെ കേക്കുകൾക്ക് പ്രിയം ഏറുകയാണ്. ഭർത്താവ് ബൈജു ലോറൻസിന്റെയും മക്കൾ സിയാൻ, ഇവാന എന്നിവരുടെയും പ്രോത്സാഹനത്തിലാണ് 4 വർഷമായി രുചിയും മധുരതരവുമായ പലതരത്തിലുള്ള കേക്കുകൾ നിർമ്മിക്കാൻ കഴിയുന്നതെന്നാണ് ആരിഥ ബൈജു ലോറൻസ് പറയുന്നത്. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് പ്ലം കേക്ക്സ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ റംസോമിന്റെ ഫ്രൂട്ട്സ് ആണ്, അത് ഇമ്പോർട്ടൻറ്റ് ഫ്രൂട്ട്സ് ആണ് ഞാൻ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേക്കിനും റേറ്റ് കുറച്ച് അധികമാണ്. എന്നാലും എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, എൻ്റെ പ്രീമിയം കസ്റ്റമേഴ്സ് എനിക്ക് എല്ലാ വർഷവും തരുന്നവർ, സ്ഥിരമായി തരുന്നവരുണ്ട്. സോ നോർമലി ഉള്ള ചെറിയ കേക്കുകൾ 300 രൂപ 400 രൂപയുടെ കേക്കൊന്നും ക്രിസ്മസ് ടൈമിൽ ഞാൻ ചെയ്യാറില്ല. എനിക്ക് എക്സോട്ടിക് പ്ലമ്മിന്റെ തന്നെ വർക്കായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവും. പിന്നെ ക്രിസ്മസ് തീമായിട്ടുള്ള കേക്കുകൾ ആ ടൈമിൽ ഒരുപാട് വരാറുണ്ട്. പ്രത്യേകിച്ച് ബർത്ത്ഡേ കേക്ക്സ് പോലുള്ള, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വരാറുണ്ട്. ആ ടൈമിൽ ക്രിസ്മസ് തീമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. എസ്പെഷ്യലി സാന്റാക്ലോസിന്റെ ഫിഗർ ആയിട്ടുള്ള കേക്ക്സ് ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ ക്രിസ്മസ് തീം ബേസ്ഡ് ആയിട്ടുള്ള സംഗതികൾ, അതിന് വേണ്ടി ചൂസ് ചെയ്യുന്ന റെഡ് ആൻഡ് വൈറ്റ് ക്രിസ്മസിന്റെ കളറാണല്ലോ, അത് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുക. ആ ഒരു ടൈം, ക്രിസ്മസ് ടൈമാണ് ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ ബേക്കേഴ്സിനെ സംബന്ധിച്ച് ഒരു ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയാം. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്നത് ആ ടൈമാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ എന്താ പറയാ, ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്, ഏറ്റവും കൂടുതൽ പട്ടിണി ഇരിക്കുന്ന ടൈം ആ സമയമാണ്. പക്ഷെ എന്നാൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നതും ആ ഒരു ടൈമിൽ തന്നെയാണ്. ക്രിസ്മസിന് മാത്രമല്ല ഇവരുടെ കേക്കുകൾ പ്രിയമേറുന്നത്. ജന്മദിന ആഘോഷങ്ങൾക്ക് ആവശ്യമായ കേക്കുകൾക്കായി ആളുകൾ ആരിഥയെ തേടിയെത്താറുണ്ട്. ക്രിസ്മസിനും വ്യത്യസ്തമായ പപ്പാജിയുടെ മുഖം കേക്കിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ആരിഥ. ശരീരത്തിന് ഉണർവുണ്ടാക്കുന്ന പലതരം എനർജി ബാറുകളും ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. കേക്കിന് 500 തുടങ്ങി 5000 വരെ വില വരും. സാധാരണ കേക്ക് സങ്കല്പങ്ങളിൽ നിന്ന് മാറി പോർട്രേറ്റ്, തീം കേക്ക്, സ്ട്രക്ചറൽ കേക്ക് എന്നിവ ഒരുക്കി കസ്റ്റമേഴ്സിന്റെ മനം കവരുകയാണ് ഈ വീട്ടമ്മ. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് സച്ചിൻ ടെണ്ടുൽക്കർ, SPB സാറും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരാണ്. ഇവർക്ക് രണ്ടുപേർക്കും SPB സാറിന് കൊടുക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ പോർട്രേറ്റ് ഒരു കേക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മകന് കൊടുക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ സ്വപ്നമായിട്ട് നിൽക്കുന്നുണ്ട്. സച്ചിൻ സാറിനും എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും
സാറിന്റെ പോർട്രേറ്റ് കേക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും കൊടുക്കും. കഴിഞ്ഞ കൊറോണ കാലം സാമ്പത്തിക തകർച്ച ഉണ്ടാക്കിയ സമയത്ത് പോലും തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരുന്നത് ബേക്കിങ്ങിലൂടെ നല്ല വരുമാനം ലഭിച്ചതുകൊണ്ടാണ് എന്ന് ഈ വീട്ടമ്മ പറയുന്നു. കേക്കുകളിൽ പരീക്ഷണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്. കാരണം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, കൂടുതൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എനിക്ക് കേക്കുകള് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വലിയ വലിയ കേക്ക്സ് ഒക്കെ ചെയ്യാനായിട്ടാണ് ഇപ്പൊ താല്പര്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള ക്ലാസ്സുകളൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഹയർ ആയിട്ട് അങ്ങനെയുള്ള അഡ്വാൻസ് ലെവലിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി ഉള്ളത് കൊണ്ട് എനിക്ക് മാറി നിന്ന് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. ബോംബെയിലും മറ്റൊക്കെ പോയി പഠിക്കാനായിട്ട്. അപ്പോൾ വെക്കേഷൻ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള കേക്കുകൾ ഒരു വലിയൊരു മനുഷ്യൻ സാന്റ ഫുള്ളായിട്ട് നിൽക്കുന്ന സാന്റ ഉണ്ടാക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമാണ്, വലിയൊരു സാന്റ ക്ലോസ്. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ഞാൻ ആ സ്വപ്നം നേടിയെടുക്കും. എന്റെ ഹസ്ബൻഡ് ബൈജുചേട്ടനും പിന്നെ 2 മക്കളാണ്, സിയാനിതാണ്. അപ്പോ ഈ കേക്കിന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റത്തെ ക്രിസ്മസ് വന്നു കഴിഞ്ഞപ്പോൾ പ്ലമ്മിന്റെ ഓർഡർ വന്നു. ആ സമയത്ത് ഞാൻ തുടക്കത്തില് സാധാരണ പ്ലം കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ബൾക്ക് ഓർഡർ എടുക്കുമായിരുന്നു. വീട്ടിൽ ചെറിയ ഓവനാണ്. സോ 20 കേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് നിന്ന് നമ്മൾ പണിയെടുക്കണം. സോ ആ ടൈമിൽ എന്റെ ഹെൽപ്പ്, എന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലിയാണ്. ബൈചേട്ടനാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കുമായിരുന്നു. ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ എന്റെ ബൈചേട്ടൻ വീട്ടിൽ കുക്കിങ്ങും പഠിച്ചു എന്ന് പറയാം. അപ്പൊ ഏറ്റവും വലിയ സപ്പോർട്ട് അവരാണ്. അവരില്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ചില ദിവസങ്ങളിലൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കാൻ പോലും എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ കൂടെ നിന്ന് വെള്ളം എടുത്തു തരുന്ന മോനാണ്. അമ്മ ഇത് കുടിക്കുക എന്ന് പറഞ്ഞ് വായിൽ വെച്ച് തരുന്ന മോനാണ്. അപ്പൊ അത്രയും ഹെൽപ്പ് എനിക്ക് എന്റെ ഫാമിലിയിൽ നിന്നുണ്ട്. കേക്ക് ബേക്കിംഗ് എന്ന തന്റെ പാഷനെ പ്രൊഫഷനാക്കി മാറ്റി സ്വന്തമായി ലെക്കർ കേക്ക്സ് എന്ന പേരിൽ ഒരു ബിസിനസ് സംരംഭകയായി മാറിയതിനു പിന്നിൽ JSSഉം എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ഒക്കെ തന്നെയാണെന്നും ഇവർ പറയുന്നു. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ആളാണെന്ന് അറിയാലോ. എനിക്ക് നിങ്ങൾക്ക് കേക്ക് തരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നേരിട്ട് ഇപ്പൊ തരാൻ പറ്റത്തില്ല. അപ്പോ നിങ്ങൾക്ക് തരാനുള്ള എന്റെ ചാനൽ 91ന്റെ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും മധുരം നിറഞ്ഞ ഒരു ക്രിസ്മസ് ന്യൂ ഇയറും